നമസ്കാരം. ഇപ്പോഴും പലരും ആ വിഷയത്തിൽ നിന്ന് വിട്ടുപോയിട്ടില്ല കേട്ടോ. ഇന്നൽപ്പം താങ്ങി വിശേഷം സംഭവം മനസ്സിലായില്ലോ. പലരും അതിൻ്റെ ഹാങ് ഓവറിലാണ്. ഫേസ്ബുക്ക് തുറക്കുമ്പോൾ ഇപ്പോഴും ഉണ്ട് അതിൻ്റെ വിശേഷങ്ങൾ. സപ്പോർട്ട് ചെയ്യുന്നവരും മരിച്ചുപോയവനെ അവന് ചിതാഭസ്മം വരെ വാരി തിന്നാൻ നടക്കുന്ന കുറേ പേരുണ്ട് ഇപ്പോഴും. എന്തൊക്കെ ചെയ്തിട്ടും തൃപ്തിയാവാത്തവർ, കലി അടങ്ങാത്തവർ. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ പുതിയൊരു വിഷയം കിട്ടിയിട്ടുണ്ട് കേട്ടോ. 200 പവനും കൊടുത്ത് നല്ല അപ്സരസ് പോലൊരു പെണ്ണിനെ കല്യാണം കഴിച്ച ഒരു ഭാഗ്യവാൻ. രൂപത്തിനെ ഞാൻ കുറ്റം പറയുന്നില്ല, നിങ്ങൾ കണ്ടതാണല്ലോ. ഇത് എന്താ കാര്യം എന്നറിയോ? ചില ആൾക്കാർക്ക്, പ്രത്യേകിച്ചും ഹിന്ദുക്കൾക്ക്, മറ്റൊരു യോഗ്യതയും ഇല്ലെങ്കിലും ജാതക പൊരുത്തം എന്നുള്ള ഒരു പൊരുത്തം ഉണ്ടായാൽ മാത്രം മതി, എല്ലാം ആയി. അത്തരം കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെ ഓർക്കാറുണ്ട്. ഞാൻ ഹിന്ദു ആണെങ്കിലും ഞങ്ങളുടെ ജാതിയിൽ പെട്ടവർ പെണ്ണുങ്ങൾക്ക് ചേർച്ചയുള്ള അത്യാവശ്യം ജോലിയോ കാര്യങ്ങളോ രൂപത്തിൽ നമ്മളുള്ള ചേർച്ചയൊക്കെ നോക്കിയിട്ടാണ് കല്യാണം കഴിക്കാറുള്ളത്. അല്ലാതെ ആണായി പറഞ്ഞാൽ മാത്രം മതി, ജാതകത്തിൽ പൊരുത്തമുണ്ടായാൽ മാത്രം മതി എന്നും പറഞ്ഞുകൊണ്ട് ഒന്നും കല്യാണം കഴിച്ചു കൊടുക്കാറില്ല. ഇനിയിപ്പോൾ എന്തൊക്കെ പൊരുത്തം രൂപത്തിലില്ലെങ്കിൽ പോലും മാനസികമായ പൊരുത്തം, അതാണ് ഏറ്റവും പ്രധാനം. ഇവിടെ എന്താണ്, ആ പെണ്ണിന് ഐശ്വര്യം പോരാന്ന് പറഞ്ഞോണ്ടല്ലേ, ഐശ്വര്യമില്ല, അല്ലാണ്ട് അവൻ പഠിക്കാനിട്ടല്ല, അവളുടെ ഐശ്വര്യക്കുറവ് കൊണ്ടാണ് അവൻ പാസ്സാവാഞ്ഞിരുന്നു. എന്താന്ന് നോക്ക്, അവൻ പഠിക്കാണ്ട് അവന് പിച്ചിലെടുക്കാൻ പറ്റാഞ്ഞത് ആ സുന്ദരി പെണ്ണിൻ്റെ ഐശ്വര്യക്കുറവ്. അല്ല, ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ആ വീട്ടുകാരെ പറഞ്ഞാൽ മതി. എവിടെയെങ്കിലും ഒരു ജോലി ഉണ്ടെന്ന് കണ്ട് ആ മോൾക്ക് ഒരു ചേർച്ചയില്ലാത്ത ഒരുത്തന് എടുത്താ പൊങ്ങാത്തത്ര സ്ത്രീധനം കൊടുത്ത് അവർ കല്യാണം കഴിച്ചല്ലോ. 200 പവൻ്റെ സ്വർണവും ലക്ഷങ്ങളും വീടും കാറും എല്ലാം കൂടി കൊടുത്തിട്ട് വാങ്ങിച്ച മുതലാണത്. അപ്പോൾ ആകെ 25 ദിവസം മാത്രമേ താമസിച്ചിട്ടുള്ളൂ ഇത്രേ. ഈ 25 ദിവസം കൊണ്ട് എന്തറിയാനാ ഒരാളെ പറ്റി? എന്നൊക്കെ അവർ തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടായെന്ന് ആർക്കറിയാം. ഇനി ഭാഗ്യസൗന്ദര്യത്തിനപ്പുറം അവളെ ഇഷ്ടപ്പെടാണ്ട് വന്നോ? ഓരോ ചെറുപ്പക്കാർ പെണ്ണ് കിട്ടാതെ നടക്കുന്നു. അത്ര നല്ലൊരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരി പൊന്നും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് കൊണ്ടുപോകും ആൾക്കാർ. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിൽ കുറേ വ്യത്യസ്ത ദമ്പതികളെ കാണാം. പെണ്ണുങ്ങൾക്ക്, ഞാൻ കണ്ടിട്ടുള്ള കേസുകൾ, പെണ്ണുങ്ങൾക്ക് ഭയങ്കര അംഗവൈകല്യം, വളർച്ച വൈകല്യം, ഇങ്ങനെയുള്ള പെൺകുട്ടികളെ പ്രണയിച്ച് കല്യാണം കഴിച്ചിട്ട് പൊന്നുപോലെ നോക്കുന്ന കുറച്ച് യുവാക്കളുടെ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയ, യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റയും ഒക്കെ കാണുന്നവർ. എന്നാലോ എടുത്താ പൊങ്ങാത്ത സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിച്ചിട്ട്, അതായത് വിസ്മയ, ഉത്തര, അങ്ങനെ കുറേ ഉദാഹരണങ്ങൾ. അവർക്കൊന്നും പെണ്ണിനല്ല വേണ്ടത്. പെണ്ണിൻ്റെ വീട്ടുകാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള ആ സ്വത്ത് മാത്രമാണ് അവർക്ക് വേണ്ടത്. ഒരു കണക്കിന് നോക്കുമ്പോൾ പെൺകുട്ടികളൊക്കെ അവരവർക്ക് ചേർന്ന ആൾക്കാരെ സ്വന്തമായിട്ട് കണ്ടെത്തുന്നതാണ്, പെൺകുട്ടികളായാലും ആണുങ്ങളായാലും, നല്ലത്. മനസ്സിൻ്റെ ഇഷ്ടം, അതാണ് ഏറ്റവും പ്രധാനം. ഇപ്പം ഞാനീ പറഞ്ഞ ദമ്പതികളൊക്കെ ആ മനസ്സിൻ്റെ ഇഷ്ടം കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. നമ്മളെ കാണിക്കുന്ന ഷോ ആണോ എന്തായാലും അവർ സന്തോഷമായിട്ട് കഴിയുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.
എന്നാൽ ഈ ജാതകവൃത്തം മാത്രം നോക്കി കല്യാണം കഴിച്ച്, സ്ത്രീധനം മാത്രം നോക്കി കല്യാണം കഴിച്ചവർ എത്ര പേര് സന്തോഷമായിട്ട് കഴിഞ്ഞിട്ട്. ഇനിയിപ്പോൾ ജാതകപുരത്തും നോക്കി ചൊവ്വാദോഷം മറ്റേ ദോഷമൊക്കെ നോക്കി കല്യാണം കഴിച്ച് ദീർഘദാമ്പത്യം എത്ര പേർക്കുണ്ട്? എൻ്റെ അറിവിൽ എൻ്റെ അയൽക്കത്ത് തന്നെ കുറേ പേര് ചെറുപ്പത്തിലേ തന്നെ വിധവകളായവരുണ്ട്, ഒരു 30 വയസ്സിന് മുമ്പേ തന്നെ. അപ്പോൾ അവരൊന്നും ജാതകപുരത്തും നോക്കിയിട്ടല്ലേ. ജാതകം നോക്കുമ്പോൾ ഈ വൈധവദോഷം വൈധവ്യ ദോഷമൊന്നും കാണുന്നില്ലേ? ഈ ജാതകം എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കി വെച്ചവനെ കയ്യിൽ കിട്ടണം. ഞാൻ കണ്ടിട്ടുള്ള നല്ല പൊരുത്തമുള്ള ദാമ്പത്യം കൂടുതലും ക്രിസ്ത്യൻസിലാണ്. അവരുടെ മക്കൾക്ക് ചേർന്ന വിദ്യാഭ്യാസം, ജോലി, രൂപത്തിലുള്ള ചേർച്ച ഇത് നോക്കിയിട്ടാണ് കല്യാണം കഴിക്കാറ്. അതേസമയം ഹിന്ദുക്കളിൽ ഒരു പ്രത്യേക വിഭാഗം ജാതകത്തിന് മാത്രം പ്രാധാന്യം കാണും. ചെക്കന് പഠിപ്പില്ലെങ്കിലും വേണ്ടില്ല, കാണാൻ കൊള്ളില്ലെങ്കിലും വേണ്ടില്ല, നല്ല സുന്ദരിമാരായ മക്കളെ, നല്ല വിദ്യാഭ്യാസമുള്ള മക്കളെ കുറേ പൊന്നും പണവും ഒക്കെ കൊടുത്ത് അങ്ങോട്ട് കല്യാണം കഴിച്ചു വിടും. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. എന്തല്ലേ?